അങ്ങനെ നമ്മുടെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ചെയ്തത് എന്തുകൊണ്ടും നന്നായി, അച്ഛൻ ആ സ്ഥാനം ഏൽപ്പിച്ചത് വളരെ നന്നായി. കാരണം അച്ഛൻ രാവ് പകൽ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, അച്ഛൻ സത്യസന്ധതയോടുണ്ടാക്കിയ പൈസയാണ്. അതുകൊണ്ട് അതൊരു തരത്തിലും അത് അനാവശ്യമായിട്ട് പോരുത്, അച്ഛൻ ആ സ്ഥാനം ഏൽപ്പിച്ചത് നന്നായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ചന്ദ്ര നേരെ ചെല്ലുന്നത് സുധിയുടെ ശ്രുതിയുടെ അടുത്തേക്കാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അമ്മ എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ട് ഇതൊന്ന് ഒഴിവാക്കാൻ നോക്കണം, അച്ഛൻ ആ സ്ഥാനം കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു രവിയേട്ട അതുകൊണ്ട് പിന്മാറുന്നൊന്നും തോന്നുന്നില്ല, എന്തായാലും അത് സച്ചി ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ചന്ദ്ര നേരെ ചെല്ലുന്നത് രേവതിയിലേക്ക്. രേവതി സുഖമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിട്ട് നമ്മൾ മിച്ചർ കഴിക്കേണ്ട ആ സമയത്ത് നീക്കടി അവിടെ നിന്ന് പറയുന്നുണ്ട്, അമ്മേ ഞാൻ രേവതിയാണ്, എനിക്കറിയാം പൂ കെട്ടണ കാര്യത്തിൽ എനിക്കറിയാം, നീ പൂ കെട്ടണ കാര്യത്തിയല്ലേ, നീ ഇരുന്ന് സുഖമായിട്ട് മിച്ചറും ടി വി കാണാതെ പോയിരുന്ന് പണിയെടുക്കടി, എൻ്റെ പണി എന്താ വെച്ചാൽ പോയി അടുക്കളയിൽ ചെയ്യടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രവി എന്താ ഇപ്പോൾ അവൾക്ക് പറ്റിയെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും പിന്നെയും പണ്ടത്തെ സ്വഭാവം നമ്മുടെ ചന്ദ്ര രേവതിയോട് എടുക്കാൻ തുടങ്ങി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സച്ചിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.